കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പേളി മാണിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് എന്താണിത് തുടങ്ങിയത്, എന്തിനാണ് ഇതെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടും പറയുക. ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറഞ്ഞാൽ ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറുണ്ട്. മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് കുറേയധികം പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് പേളി മാണിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഇൻ്റർവ്യൂസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു കുട്ടികളെയൊക്കെ ഈ ഒരു വീഡിയോസിലൊക്കെ കാണിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് ഉണ്ണി വ്ളോഗ്സിന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ണി വ്ളോഗ്സ് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ബാക്കിയുള്ള ആ വരുന്ന ആക്ടേഴ്സിനെയൊക്കെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം ഉണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണി മാത്രമല്ല കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇത് തന്നെ ഇടുന്നതാണ്. ഇതുപോലെ പേളി മാണി ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെയാണ്, ഭയങ്കര ഒരു ആൾക്കാരെ എന്തോ ഡിസ്കംഫോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിപ്പിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കുറേയധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പേളിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഈ ഉണ്ണി വ്ളോഗ്സും കുറേയധികം പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉണ്ണി വ്ളോഗ്സ് ഇതെടുത്ത് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഫോട്ടോയും വീഡിയോസൊക്കെ വെളിയിലേക്ക് വിടുന്നു. അതവർ ഭാവിയിൽ കുട്ടികൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവർക്ക് കുറച്ച് പ്രശ്നമാവുമല്ലോ, അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട, അതെന്താണ് പേളി മാണിയൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കാത്തതെന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ഉണ്ണി വ്ളോഗ്സ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം കുറേയധികം പേര് ഇതിനെക്കുറിച്ചും പേളിമാണിക്കെതിരെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പേളിമാണിയെ ഇതേ കണക്ക് വീഡിയോസിലൊക്കെ ഇൻ്റർവ്യൂസിലൊക്കെ അവരോട് സംസാരിക്കുന്ന ആക്ടേഴ്സിനൊക്കെ സംസാരിക്കുന്ന രീതി അത്ര ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇഷ്യൂ ഒക്കെ നടക്കുന്ന പേളിമാണി അറിഞ്ഞിട്ട് ഒരു കമൻറ്റ് പോലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെപ്പറ്റി കുറേയധികം പേര് കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതെനിക്ക് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഉണ്ണി വ്ളോഗ്സിൻ്റെ കാര്യം പറയുന്നത്, ഉണ്ണി വ്ളോഗ്സ് ഏതൊക്കെയോ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് പെട്ടെന്ന് ഹീലാവട്ടെ എന്നുള്ള രീതിയിൽ വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു ആൻസറാണ് പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഉണ്ണി വ്ളോഗ്സിൻ്റെ അടുത്ത് അങ്ങനെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ണി വ്ളോഗ്സ് ഡിവോഴ്സായി എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം പ്രശ്നമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ അതിലൂടെ പെട്ടെന്ന് റിക്കവറായിട്ട് വരട്ടെ എന്നാണ് പേളി ആ ഒരു കമൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഇൻ്റർവ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേളി മാണിയുടെ ഇൻ്റർവ്യൂസ് കാണാൻ വേണ്ടി കുറേയധികം പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ കുറേയധികം ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമ പ്രൊമോഷൻ ഭാഗമായിട്ട് കുറേയധികം ആക്ടേഴ്സ് ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കും. അതിൻ്റെ വ്യൂസും കാര്യങ്ങളും ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ആയിരിക്കാം. അത് ആൾക്കാർ 1 മില്യൺ വ്യൂസൊക്കെ ഒരു 10 ലക്ഷം പേരൊക്കെ കാണണമെങ്കിൽ അതിലെന്തെങ്കിലും അത്രമാത്രം ഇഷ്യൂസോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടായിരിക്കണമെങ്കിൽ അത്രയ്ക്കൊരു വ്യൂസൊക്കെ പോകത്തുള്ളൂ. മെയിനായിട്ട് ഇപ്പം മലയാളി ഓഡിയൻസാണ് ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മലയാളി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടൊക്കെയാണ്, കുറച്ച് അല്ലേയുള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും പേളി മാണിയുടെ നിങ്ങൾ ഓരോ ഇൻ്റർവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേളി മാണിക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ 1 മില്യൺ ഒക്കെയാണ് കിട്ടുന്നത്. എല്ലാ ഇൻ്റർവ്യൂവിനും കിട്ടുന്നുണ്ട്. അതും ഏകദേശം ഈ ഒരു സിനിമ ഇറങ്ങുന്നതിൻ്റെ ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് പിറ്റേന്നൊക്കെ ആയിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഇൻ്റർവ്യൂ. എന്നിട്ട് പോലും അത്രമാത്രം വ്യൂസ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻ്റർവ്യൂസ് കാണാൻ ആൾക്കാരങ്ങനെ വെയിറ്റ് ചെയ്തൊന്നും നിൽക്കാറില്ല. പക്ഷേ പേളി മാണിയുടെ ഇൻ്റർവ്യൂ കാണാൻ വേണ്ടി അത്രയ്ക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. മെയിനായിട്ട് ഫാമിലി ഓഡിയൻസ് തന്നെയാണ് പേളിയുടെ ആ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത്. കുറേയധികം ഫാമിലി കമൻസൊക്കെ ഇടാറുണ്ട്. ഭയങ്കരമായിട്ട് ചിരിച്ചു, നല്ല രീതിയിൽ കൊണ്ടുപോയി, ഭയങ്കര എൻജോയ്മെൻ്റാണ്, 1 മണിക്കൂർ 2 മണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻ്റർവ്യൂസൊക്കെ 24 മിനിറ്റ് 30 മിനിറ്റൊക്കെ. ഇതൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ പേളി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പോലും അത് പോഡ്കാസ്റ്റ് പോലെ 1-2 മണിക്കൂറൊക്കെ നീളാറുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ പോലും നമുക്ക് പെട്ടെന്ന് അതൊരു എന്താ പറയുക, നമ്മൾ ഇത്രയും സമയം പോയതേ അറിഞ്ഞില്ല. അതേ രീതിയിലാണ് പേളി ആ ഒരു ഇൻ്റർവ്യൂ തന്നെ കൊണ്ടുപോകുന്നത്. ആക്ടേഴ്സിനെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഡിസ്കംഫോർട്ടായി എന്നുള്ള രീതിയിൽ, പക്ഷെ അവരും ഭയങ്കരമായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് വേറൊരു ഇൻ്റർവ്യൂവിൽ പോലും ആ ഒരു ആക്ടേഴ്സിന് ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ പേളി അവരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കംഫോർട്ടാക്കും. അത് നമുക്ക് അതിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ പേളി ഇത് സംസാരിക്കുമ്പോഴൊന്നും ആ ഒരു ആക്ടേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ട് അവർ തിരിച്ച് വരത്തില്ല അതെന്തെന്ന് പറഞ്ഞാലും. പക്ഷേ പേളിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ വന്നവർ പിന്നെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ ആകുമ്പോഴത്തേനും അവർ വരുന്നുണ്ട്, ഇതേ കണക്ക് സംസാരിക്കുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പേളി അവരെ എല്ലാവരെയും കംഫോർട്ട് ആക്കുന്നു എന്നത് സത്യം തന്നെയാണ്. ഒരിക്കലും അവർക്ക് ഡിസ്കംഫോർട്ടോ ഒന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ തിരിച്ച് വരുത്തോ ഒന്നുമില്ല. അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ കാണണം, ഇപ്പം ഞാൻ ഉൾപ്പെടെ അത് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് പേളിയുടെ പാറ്റേൺ എങ്ങനെയാണ്. കുറച്ച് ക്രിഞ്ചായിട്ട് കുറച്ച് തമാശ, വളിപ്പ് തമാശയൊക്കെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും അത് കേട്ടിരിക്കുന്ന നല്ല അടിപൊളിയായിരിക്കും. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകും. പിന്നെ കുറച്ച് പേർക്ക് അത് ഇഷ്ടമായിരിക്കത്തില്ല. അത് എല്ലാ രീതിയിലും എല്ലാ കണ്ടന്റും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കാണണ്ട, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ കൂടുതൽ പേര് അത് കാണാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്രയും വ്യൂസും ഇത്രയും പേളിമാണി ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. കാണാത്തവർക്ക് കാണണ്ട. അപ്പം അതിനും ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഓക്കെ, എനിക്ക് ആ ഇൻ്റർവ്യൂ അവരെ കാണാൻ താല്പര്യമില്ല. പക്ഷേ അതൊരു ഭയങ്കര നെഗറ്റീവിലേക്ക് പോകുന്ന ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന് മാത്രം എന്തെങ്കിലും തെറ്റ് പേളി ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് സംസാരിക്കുന്ന കുട്ടികളെ ഈ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ പുറത്ത് വിടുന്നു. ഇതിനെക്കുറിച്ചുള്ള അവർക്കത് ഭാവിയിൽ വളർന്നു വരുമ്പം അവർക്കത് ഭയങ്കര ഡിസ്കംഫോർട്ടായിട്ട് തോന്നും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ വെളിയിൽ വരുന്നതിനെക്കുറിച്ച് കുറേയധികം ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഈഗിൾ ഗെയിമിംഗ് തന്നെ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ചേച്ചിയുടെയൊക്കെ ഫോട്ടോസൊക്കെ പല ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നു, സംസാരിക്കുന്നു. അതിനെതിരെ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ ഈഗിൾ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ ഫോട്ടോസ് ഇപ്പം വെളിയിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അത് ആൾക്കാർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഏകദേശം സത്യമുണ്ട്, അതിൽ കള്ളമൊന്നുമില്ല. കാരണം ഇപ്പം എല്ലാവരെയും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് കാരണം കുറേയധികം ഇപ്പോൾ ഒക്കെ കാരണം ഭയങ്കര പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് പേളിമാണി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ചിലപ്പം കറക്റ്റാണ് എന്നാണ് തോന്നുന്നത്. ഏകദേശം അന്ന് പേളിമാണി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ ആലോചിക്കുമായിരുന്നു കുട്ടികളുടെ ഫേസൊക്കെ ഇതേ കണക്ക് വെളിയിൽ കാണിക്കണമോ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ എന്നെ വെളിയിൽ വെച്ച് കാണുകയും ആ സമയത്ത് കുട്ടികളെടുത്ത് വന്ന് സംസാരിക്കുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യും. അപ്പോഴത്തേന് ഞാനൊരു സോഷ്യൽ ലൈഫിൽ ഇങ്ങനെ പെരുമാറുന്ന, അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ ഇങ്ങനെയൊക്കെ ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു പബ്ലിക് ലൈഫാണ്. ആ സമയത്ത് ആൾക്കാർ എന്നെ കാണാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോഴത്തേന് എത്ര മറച്ചു വെച്ചാലും അത് നമുക്കതൊരിക്കലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതേ സമയത്ത് എനിക്ക് കുട്ടികളെ ഞാനുണ്ടെങ്കിൽ വീഡിയോയുടെ മുമ്പിലൊക്കെ കാണിക്കുമ്പോഴത്തേനും ഓക്കെ, അത് കുഴപ്പമില്ല, ഞാനത് കാണിക്കാം എന്നുള്ള രീതി തീരുമാനിച്ച് ശ്രീനിയും കൂടെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ കാണിച്ചു തുടങ്ങിയത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കത് കുഴപ്പമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല എന്നതും പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പേളിയുടെ കാര്യത്തിൽ നിന്ന് തോന്നിയ ഇപ്പം കളിച്ച് ചിരിച്ച് ഭയങ്കരമായിട്ട് വളിപ്പൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയുമെങ്കിൽ പോലും പേളിമാണി വളരെ മെച്യൂർഡായിട്ടുള്ളൊരു വ്യക്തിയാണ്. കറക്റ്റായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഉറപ്പായിട്ട് കുട്ടികളെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ പേളിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ പേളിമാണിക്ക് എന്തായാലും ഉള്ള അത്രയ്ക്ക് കെയർ വേറെ ആർക്കും കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ പേളിമാണി അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇതെല്ലാം ഈ ഒരു വീഡിയോസിലൊക്കെ വരുമ്പോൾ ഇതിനെപ്പറ്റി എല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വേറെ ആർക്കെങ്കിലും ഇത്ര ഒരു ഭയങ്കര രീതിയിൽ പേളിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് പറയേണ്ടത് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പേളി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടികളെ വീഡിയോസൊക്കെ വെളിയിൽ വിടുന്നത്. എന്തായാലും അതിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ഒരു മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പേളിയും അതുപോലെ തന്നെ ശ്രീനി. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്കത് അതിനെക്കുറിച്ച് ഓക്കെ നമുക്ക് പറയാം, ഇതുപോലെയൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നോക്കിക്കോളാം എന്ന് പറയാം. പക്ഷേ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പേളിക്കെതിരെ ഇത്രയ്ക്ക് നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ ഒരു വീഡിയോ കാണുന്നതിലും എഗ്രി ചെയ്യുന്നവർ കാണാം, അല്ലാതെ ഡിസഗ്രി ചെയ്യുന്നവരും കാണാം. നിങ്ങളുടെ എന്തായാലും അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ പേളിമാണി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തോന്നിയത് എന്താണ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.